ഹലോ ഗൈസ്, അപ്രതീക്ഷിതമായിട്ട് ഒരു നല്ല മൂവി കണ്ടു. നല്ല മൂവി എന്ന് വെച്ചാൽ അഭിഷൻ ജീവന്ത്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയുടെ ഡയറക്ടറാണ്. അതെ, അവൻ ആ പടത്തിനകത്ത് ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അന്നേ ഞാൻ ഇവനെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവനെ ആൾ കൊള്ളാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവനെ നായകനാക്കിയിട്ട് അവനും മനശ്ശരാജനും കൂടെ ചേർന്നിട്ട് ഇപ്പം തമിഴിലിറങ്ങിയ തിയേറ്റർ റിലീസായിരുന്നു വിത്ത് ലവ് എന്ന് പറഞ്ഞൊരു മൂവി. പടം ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ OTT വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടതാണ് പടം അടിപൊളി എന്ന് പറഞ്ഞാൽ സെറ്റ് പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു ടീനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലൈൻ പടമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് ഇഷ്ടമായിട്ട് ഞാനത് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരും കണ്ടിട്ട് അവർക്ക് കൊള്ളാം എന്ന് പറഞ്ഞവർക്ക് അവർക്കും ഇഷ്ടമായി പടം. ചിലപ്പോൾ ഈ പടം കാണുന്ന ലാസ്റ്റ് ആളായിരിക്കും, നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കാണാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ പടം കാണണം. ഈ പടം മിക്കവാറും ഒരു ട്രെൻഡ് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾ എന്തായാലും പടം പോയിരുന്ന് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നല്ല, നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടമാവും. എനിവേ, മസ്റ്റ് വാച്ച്. ഞാൻ മസ്റ്റ് വാച്ച് അങ്ങനെ അധികം ഊന്നി പറയാത്ത ഒരാളാണെങ്കിലും പറയുകയാണ്, ഈ പടം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കാണണം. റിഗ്രറ്റ് ചെയ്യില്ല. ഓക്കെ. முஸ்லிம் பண்ற அனிஷா லவ்லாம் அவங்க வீட்ல ஒத்துக்க மாட்டாங்க. நீ என்னடா லவ் கிவன் கெட்ட வார்த்தைலாம் பேசுற? கம்முனு போடா. அல்லாஹு அக்பர்.